എന്താ സംഭവം? രണ്ട് കാര്യം കർത്താവ് പറഞ്ഞു. ഏലിയാവിൻ്റെ കാലം 3 മാസമോ 6 മാസമോ അടഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന് അടയ്ക്കാൻ കഴിയുമോ? ഒരു മനുഷ്യന് അടയ്ക്കാൻ കഴിയുമോ? പറഞ്ഞേ, ബെന്തിക്കോസുകാർ പറയണം. നീ വീട്ടിൽ ഇരുന്ന് കൽപ്പിച്ചാൽ ആകാശം അടയും. പിന്നെ നിന്റെ അധികാരം, നിന്റെ അഭിഷേകം പാട്ടിന്റെ ക്ലൈമാക്സിൽ നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പാടിപ്പാടി ഓർഗനും റിതം പാടും റംസെറ്റും എല്ലാം കൂടെ ക്ലൈമാക്സിലായി അവർക്കൊരു ആവേശം കയറുമ്പോൾ നമുക്ക് പരവേശം ഉണ്ടായിട്ട് 2 അന്യഭാഷ പറയുന്നതല്ല അഭിഷേകം. പാവപ്പെട്ട ആ ഓർഗൻ നിന്ന് നമ്മുടെ അഭിഷേകവും പോയി. സ്വത്രം പറഞ്ഞേ, ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ കാലത്ത് നല്ല സ്വത്രം പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഈ സീദോന്യ രാജാവായ എക്ബാൽ, പ്രസിദ്ധനായ രാജാവായി 53 ഗോത്രങ്ങളുമായി ഭരിക്കുക. അവൻ്റെ ജാതീയ ഗോത്രമായ 53 ഗോത്രങ്ങളുടെ രാജാവാണ് എക്ബാൽ. എക്ബാലിന് തൻ്റെ ഭാര്യയിൽ സുന്ദരിയായ ഒരു പെങ്കൊച്ചുണ്ടായി. അക്കാലത്തെ മിസ് ഇന്ത്യ എന്നോ മിസ് സീദോനെന്നോ ഒക്കെ പറയാവുന്ന ഒരു പെണ്ണ്. അവിടെ പേര് ഇസബേൽ. എന്താണ്? അപ്പോഴാണ് തൊട്ടടുത്ത രാജ്യമായ ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്ന ജനത്തിൻ്റെ രാജാവായ ആഹാബിനൊരു ആഗ്രഹം, ആ കൊച്ചിനെ കെട്ടണം. സ്തോത്രം. അങ്ങനെ 53 ഗോത്രമുള്ള സീദോൻ രാജാവായ എക്ബാലുമായിട്ട് സംസാരിച്ചു. പറഞ്ഞു, കെട്ടിക്കോ, കുഴപ്പമില്ല, പെൺകൊച്ചിനെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, സ്വീകരണമായിട്ട് അവൾ കൊണ്ടുവരുന്നതെല്ലാം നീ സ്വീകരിക്കണം. അപ്പം ഞാൻ കുഴപ്പമില്ല, എന്തൊക്കെ വേണമെങ്കിലും കൊണ്ടുപോക്കൂ. അല്ല, അത് ഞങ്ങളുടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. ഒരു 450 ബാലിൻ്റെ പ്രവാചകന്മാർ, 450 അസേരയുടെ പ്രവാചകന്മാർ, പിന്നെ മഴ പെയ്യ്ക്കുന്ന ബാൽദേവൻ, തീ ഇറക്കുന്ന അസേരദേവൻ, അവരുടെ ഇഷ്ടം പോലെ ലോറി കണക്കിന് തരും കൊണ്ടുപോകണം. ഹലോ, അത് മിണ്ടുന്നില്ല. സത്യാരാധനയുള്ള ദേശത്ത് ഒരു പെങ്കൊച്ചിനെ ഇവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ നോക്കിയത് 12 ഗോത്രം, നാളെ 65 ഗോത്രമാകും. ഞാൻ നാളെ മുതൽ 65 ഗോത്രങ്ങളുടെ വ്യവസ്ഥയില്ലാത്ത കൂട്ടിക്കൊണ്ട് എണ്ണം കൂട്ടല്ല. ഒന്നും മിണ്ടുന്നില്ല. വരുന്നതിന് മുമ്പേ വ്യവസ്ഥയുള്ളതാണോ, പ്രമാണമുള്ളതാണോ, വചനത്തിൽ നിൽക്കുന്നതാണോ എന്നൊക്കെ തിരക്കിയിട്ട് ചേർക്കാവുള്ളൂ. വരുന്നതിനെല്ലാം ചേർക്കുന്നതല്ല. നോക്കിയാൽ 12 ഗോത്രം മര്യാദയ്ക്ക് സത്യദൈവത്തെ, ജീവന ദൈവത്തെ ആരാധിച്ച ഇവരിപ്പോൾ 53 സ്വീകരിക്കാൻ പോയപ്പം ഗോത്രം 65ആയി. പക്ഷേ ലക്ഷക്കണക്കിന് ദൈവങ്ങൾ വന്നു കയറി. മുക്കിന് കുരിയാല, ഒരിടത്ത് ബാല്, ഒരിടത്ത് അസേര. സ്തോത്രം. 450 850 പ്രവാചകന്മാർക്ക് ചെലവെടുക്കണം. കപ്പം കൊടുക്കുന്ന ഇസ്രായേൽ, അവരെ ടാക്സ് മേടിച്ച് ഊമാരെ പോറ്റുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേശം അന്യാരാധന പ്രബലപ്പെട്ടു. ഈ ദൈവങ്ങൾ പ്രസാദിക്കണമെങ്കിൽ കുറി വീഴുന്ന ഒരു പുരുഷനെ ബലി കൊടുക്കണം. അങ്ങനെ എല്ലാ മാസവും ബലി. ഏത് മനുഷ്യൻ്റെ മേൽ കുറി വീഴുമോ അവൻ ബലിയാകുമ്പോൾ അവൻ്റെ ഭാര്യ വിധവയാകും. അങ്ങനെ യേശു പറഞ്ഞു, ഇസ്രായേലിൽ അനേക വിധവമാർ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിധവയായതല്ല, വിധവയാക്കിയതാ. അത് ഇസബേലിൻ്റെ ഒരു വ്യാപാരമാണ്. ഇന്ന് രാത്രി ആ പോരിനൊക്കെ വെട്ടാനാ വന്നേക്കുന്നേ. അല്ല, കഥ പറഞ്ഞു പാടുന്നുമല്ല. കുടുംബങ്ങളിലെ ഭർത്താക്കന്മാരെ അപകടത്തിൽ കൂടെ, അനർത്ഥത്തിൽ കൂടെ ഇല്ലാതാക്കിയിട്ട് പലതിനെയും വിധവയാക്കുന്ന ആ വ്യാപാരത്തെ ഇന്ന് രാത്രി, 2ാമത്തെ രാത്രി ആത്മാവ് വേരോടെ വെട്ടിമാറ്റുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ദേശത്ത് വിധവമാരെ സൃഷ്ടിക്കുന്നു. 2, നല്ല ശുശ്രൂഷയുള്ള, ബാലിന് മുട്ടുമടക്കാത്ത, അസേരയ്ക്ക് മുട്ടുമടക്കാത്ത, ബാലിനെ ചുംബിക്കാത്ത 7000 പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരെണ്ണം രംഗത്തിലെല്ലാം പെരക്കകത്ത് കയറി കാത്തിരി കഥ അടച്ചേക്കും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 1, 2 ഉപദേശിയല്ല, 7000. അത് ചർച്ച് ഓഫ് ഗോഡ് 1000, IPC 1000, ന്യൂ ഇന്ത്യ 1000, AG 1000, ഇൻഡിപെൻഡന്റ് 1000, ഹലോ ഷാരോൻ 1000. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എല്ലായിടത്തും 1000 ഉണ്ട്. റിക്കാർഡ് നേതാവിൻ്റെ ചോടെ ഞങ്ങൾക്ക് 1000 സഭകളും 1000 ക്രെഡൻഷ്യലുള്ള ദൈവദാസന്മാരും. ഒരെണ്ണത്തിന് രംഗത്ത് കാണാനില്ല. പരസ്യയോഗമില്ല, ലോക്കൽ കൺവെൻഷനുമില്ല, സെൻറ്ററുമില്ല, റീജിയനുമില്ല, സ്റ്റേറ്റുമില്ല, എല്ലാം പെരക്കകത്താണ്. ഇസബേലിൻ്റെ 2ാമത്തെ വ്യാപാരം അഭിഷേകം ഉള്ളതിനെ ഒതുക്കി. പല വീട്ടിൽ വിധവമാരെ സൃഷ്ടിച്ചു. 2 ശുശ്രൂഷയുള്ളവനെ പെരക്കകത്ത് കയറ്റി. ഇന്ന് രാത്രി ഞാൻ വന്ന കഥ പറഞ്ഞ ചുപാനല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും
എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി അഭിഷേകത്തിന് വിരോധമായി നിൽക്കുന്ന ചില പോരുകളെ ആത്മാവ് വെട്ടുമ്പോൾ വിശ്വാസമുള്ളവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ചില അന്യാരാധന വ്യാപാരങ്ങൾ ഈ രാത്രി വേരോടെ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അഭിഷേകമുള്ളവനെ പോലും ഭയപ്പെടുത്തി ഗുഹയ്ക്കകത്ത് ഒളിപ്പിക്കുന്ന ഒരു ഇസബേലിയ ശക്തി, ഒരാഹാബിയ കൂട്ടുകെട്ട്, കുഞ്ഞുങ്ങൾക്ക് അപ്പനായിരിക്കേണ്ട പലരെയും ബലി കൊടുത്തിട്ട് പല സഹോദരിമാരെയും സമയത്തിന് മുമ്പേ വിധവമാരാക്കി, കുഞ്ഞുങ്ങളെ അപ്പനില്ലാത്തവരാക്കി. മനസ്സിലാകുന്നുണ്ടോ? ജനത്തിന് നന്മ വരണ്ട കപ്പമെല്ലാം കരമെല്ലാം ഇവന്മാർക്ക് തീറ്റിപ്പോറ്റുന്നു. 450, 400, 850 കൂടെ ചേർന്ന് 7000 അകത്ത് കയറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശു പറഞ്ഞു ഏലിയാവിന്റെ കാലം. ഞാൻ ഈ രാത്രി പ്രസംഗിക്കാൻ വന്നത് നിന്റെ ഒരു ടൈമാ, നിന്റെ ശുശ്രൂഷയുടെ ഒരു ടൈമാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ ശക്തിക്കെതിരെ, ഈ വ്യാപാരങ്ങൾക്കെതിരെ ചങ്കു പിരിച്ചു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചേ. ഇന്ന് രാത്രിയിൽ നീയാണ് കാര്യം തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചത് യെശയ്യാപ്രവചനത്തിലെ വാക്യം, പ്രസംഗം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ മതി, 7000 വേണ്ട. മുട്ടുമടക്കുന്ന ഒരാൾ മതി, മുട്ടിനിടയിൽ തലയിട്ടിരിക്കുന്ന ഒരാൾ മതി. ചരിത്രം മാറും, ചരിത്രം മാറും. കോമളിയുടെ ചരിത്രം മാറും, കട്ടപ്പനയുടെ ചരിത്രം മാറും, ഇടുക്കിയുടെ ചരിത്രം മാറും, തേക്കടിയുടെ ചരിത്രം മാറും. സഭ ഉയർത്തെഴുന്നേക്കുന്ന ദിവസങ്ങളാ. നിന്റെ കൂടെ ഒരുത്തനുണ്ട്, അവൻ വെറും സാധാരണയാളല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ചവൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞേ. സ്വർഗം കേക്കട്ടെന്നേ, പിശാച് കേക്കട്ടെ. എടാ പിശാച്, ഞാൻ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം കിട്ടിയ ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. അവൻ എന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുകയാ എന്ന് ഉറപ്പുള്ളവരെ കരമൊന്ന് അടിച്ചു ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല, ജയിക്കാൻ കരുത്തുള്ള ഒരു അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മുട്ടുമടക്കി അവൻ എഴുന്നേറ്റു. പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തില്ല, ടൈമൊന്നും മേടിച്ചില്ല. നേരെ ചെന്ന് അങ്ങോട്ട് കയറി. സുഖിപ്പിക്കാൻ പോയില്ല, ദൂത് പറഞ്ഞേച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചത് സുഖിപ്പിക്കാനല്ല, ചിരിപ്പിക്കാനല്ല, തമാശ അടിക്കാനല്ല. നിന്നെ വിളിച്ചത് സുവിശേഷം അറിയിക്കാനാണ്. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ പോകുന്നവരും വീട്ടിൽ ചെന്ന് വിശേഷം ചോദിച്ചു വരിക. നിന്നെ വിളിച്ചത് വിശേഷം ചോദിക്കാനല്ല, സുവിശേഷം പറയാനാ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവൻ അങ്ങോട്ട് കയറി ചെന്ന് പറഞ്ഞാൽ, ആകാവേ, അന്യാരാധനയ്ക്ക് ചൂട്ടുപിടിക്കുന്നവനെ, ഇസബേലിയ വ്യാപാരമേ, ഞാൻ ഈ കാര്യം തീരുമാനിക്കാൻ പോകുകയാ. ഞാൻ കാര്യം തീരുമാനിക്കാൻ പോകുകയാ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി ജനം അധികാരം പ്രാപിക്കണം. സാധാരണ അധികാരമല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം നീ പ്രാപിക്കണം. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. അസാധാരണമായ ദൈവകൃപ ജനത്തിന് മേൽ വ്യാപരിക്കുകയാണ്. നീ ഭയപ്പെടരുത്. ശിവരബലബല